ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ KVSനെ കുറിച്ച് അന്വേഷിക്കുന്നത് പോലെ തന്നെ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു ടീച്ചിങ് എക്സാം ആണ് നമ്മുടെ EMRS എന്ന് പറയുന്നത്, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിൽ നടത്തുന്ന സ്കൂളുകൾ. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ഒരു നോട്ടീസ് കഴിഞ്ഞ ദിവസം അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് EMRSലേക്ക് കോൺട്രാക്ച്വൽ ബേസിൽ ടീച്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം അതിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് മിക്കവാറും നെക്സ്റ്റ് മന്ത് തന്നെ നമ്മുടെ EMRSും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിളിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ്. അപ്പം അതില് നിങ്ങൾക്കറിയാം, EMRS ഒരു റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് തന്നെ TGTയും PGTയും അതിൽ പരം നോൺ ടീച്ചിങ് സ്റ്റാഫുകളുമാണ് ഏറ്റവും കൂടുതലായിട്ട് നിയമിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഇത് ആ കോൺട്രാക്ച്വൽ ബേസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നതിൽ, അതിന്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നതിൽ ആ കോൺട്രാക്ച്വൽ ബേസിനെ വിളിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്, അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ലാസ്റ്റ് ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം, അയക്കാം. അത് നിങ്ങൾ, അതായത് ഈ EMRS എന്ന് പറയുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ടീച്ചേഴ്സിനെ നിയമിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് നെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇതാണ് നെസ്റ്റ്, നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മുടെ ഈ എന്താ പറയാ ഈ EMRSലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ കഴിഞ്ഞ തൊട്ട് മുമ്പേ നടന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് 2023 വിളിച്ച റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, 2023. ഓക്കെ, അത് മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് വേക്കൻസികൾ കോൺട്രാക്ച്വൽ ബേസിൽ വിളിച്ചിരുന്നു. അപ്പൊ അയക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അതാത് സംസ്ഥാനങ്ങളിലെ ജില്ലകളിലെ സ്കൂളുകളിലേക്ക്, EMRS സ്കൂളുകളിലേക്ക് കോൺട്രാക്ച്വൽ ബേസിൽ ഒഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇല്ലെങ്കിൽ താല്പര്യമുള്ളവർ ധാരാളമായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെയും ലൈക്സിലൂടെയൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം, KVSന്റെ അപ്ഡേഷൻസ് ആയിട്ടുണ്ട്, ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലാസ്സുകളുടെ അഡ്മിഷൻ കാര്യങ്ങളും എത്തുന്നതായിരിക്കും. പിന്നെ RRB ടീച്ചർ, റെയിൽവേ ടീച്ചറിന്റെ ക്ലാസ്സുകൾ ഓൺഗോയിങ് ആണ്. അതിന്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. HSA നാച്ചുറൽ സയൻസ് ബാച്ച്, ജനറൽ ബാച്ച്, അല്ലാതെയുള്ള ബാച്ച്, അതിന്റെ എല്ലാം ക്ലാസ്സുകൾ ഓൺഗോയിങ് ആണ്. അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ CTET, ടെറ്റ്, അതായത് KTET, ഇതിന്റെ ക്ലാസ്സുകളും ഇവിടെ തന്നെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് താല്പര്യമുള്ളവർക്കൊക്കെ അതിന്റെ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് ശകലം ലെങ്ത് ഉള്ളൊരു വീഡിയോസ് ആണ്. കാര്യങ്ങൾ മുഴുവനും പറയണമെങ്കിൽ അത്ര ടൈം എടുക്കും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഈ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ നെസ്റ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഏകദേശം 722 സ്കൂളുകളാണ്. അതിൽ ഫംഗ്ഷണലും ഉണ്ട്, നോൺ ഫംഗ്ഷണലും ഉണ്ട്. ഫംഗ്ഷണൽ ആയിട്ടുള്ളത് 479, നോൺ ഫംഗ്ഷണൽ ആയിട്ടുള്ളത് 243 243 479 അതിന്റെ സ്കൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതില് ഓക്കെ, അപ്പം 479 എണ്ണമാണ്
ഇപ്പൊ ഫങ്ഷണൽ ആയിട്ട് നിലവിലുള്ള EMRSന്റെ സ്കൂളുകൾ വ്യത്യസ്തമായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അത് ന്യൂ സ്കീംസിലൂടെ ഒരു 203 ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. 203 കൂടി അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അതിന്റെ സ്റ്റാഫുകൾ 13,389, ടീച്ചിങ് 8,962, നോൺ ടീച്ചിങ് 4,427 ഇത്തരം സ്റ്റാഫുകൾ. പിന്നെ ഓരോ സംസ്ഥാനങ്ങളിലുള്ള സ്കൂളുകളും അവരുടെ ഓൺ ബിൽഡിംഗ് ആണോ അതെ പ്രൈവറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ നോക്കുകയാണെങ്കിൽ 28 എണ്ണം, ഞാൻ കൂടുതലുള്ളത് മാത്രം. ഛത്തീസ്ഗഡിലാണ് ഏറ്റവും ട്രൈബൽ പോപ്പുലേഷൻ കൂടുതൽ കാണപ്പെടുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ 75ഓളം ഫങ്ഷണൽ സ്കൂളുകളുണ്ട്. ഗുജറാത്തിൽ 38. എത്രത്തോളം ട്രൈബൽ പീപ്പിൾസ് ഉണ്ടോ, കുട്ടികളുണ്ടോ, സ്റ്റുഡൻസ് ഉണ്ടോ അതിനനുസരിച്ചാണ്. നമ്മുടെ കേരളത്തിൽ ഫങ്ഷണൽ ആയിട്ടുള്ളത് 4 സ്കൂളുകളാണ് കേരളത്തില്. മധ്യപ്രദേശിൽ 63, മഹാരാഷ്ട്രയിൽ 37, അതുപോലെ തന്നെ തെലങ്കാന 23. അപ്പൊ ഇത്ര അങ്ങനെയാണ് മൊത്തം ഫങ്ഷണൽ ആയിട്ടുള്ള 477 എന്ന് പറയുന്ന 479ഓളം സ്കൂളുകൾ. ഒരു റൗണ്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 480ഓളം ഫങ്ഷണൽ ആയിട്ടുള്ള സ്കൂളുകൾ ഇപ്പൊ EMRSൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഒഡീഷയില് 47 എണ്ണമാണ്. 110 ഉണ്ട്, പക്ഷെ ഫങ്ഷനിൽ 47 ഉള്ളൂ. രാജസ്ഥാനിൽ 30, തെലങ്കാന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ അപ്പൊ ഇതിൽ വരുന്ന EMRSൽ സാങ്ഷൻ വന്നിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് TGT ഉണ്ട്, PGT ഉണ്ട്, പ്രിൻസിപ്പൽസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നോൺ ടീച്ച് മ്യൂസിക് ടീച്ചർ, ആർട്സ് ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ഇങ്ങനെയുള്ള ടീച്ചിങ് പോസ്റ്റുകളെ കൂടാതെ തന്നെ വൈസ് പ്രിൻസിപ്പൾ കൂടാതെ തന്നെ നോൺ ടീച്ചിങ് ആയിട്ടുള്ളത് ധാരാളമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നോൺ ടീച്ചിങ് ആയിട്ടുള്ളത് ധാരാളമായിട്ട് വരുന്നുണ്ട്. അതിൽ വരുന്നത് ഹോസ്റ്റൽ വാർഡൻ, സ്റ്റാഫ് നഴ്സ്, അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ജൂനിയർ JSA, SSA, കുക്ക്, ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, ലാബ് അറ്റൻഡന്റ്, മെസ് ഹെൽപ്പർ, ചൌക്കിദാർ, കൗൺസിലർ, സ്വീപ്പർ, ഗാർണർ. അങ്ങനെ മൊത്തത്തില് 38,480 വേക്കൻസികളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് എത്രത്തോളം നിയമനം നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് അപ്പം നോൺ ടീച്ചിങ്ങും ഉണ്ട്, ടീച്ചിങ്ങും ഉണ്ട്. അപ്പൊ നോൺ ടീച്ചിങ് ധാരാളമായിട്ട് വരുന്നുണ്ട്, ടീച്ചിങ് ധാരാളമായിട്ട് വരുന്നുണ്ട്. അതിന്റെ ടീച്ചിങ്ങിന്റെ കാര്യങ്ങൾ, നോൺ ടീച്ചിങ്ങിന്റെ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇതിന് ശേഷം ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ മൊത്തത്തില് 3,840 അല്ലെ 3,840 വേക്കൻസി, സോറി 38,480 വേക്കൻസി, 38,480 വേക്കൻസീസ് ആണ്. മൊത്തം 740 സ്കൂളുകൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ നമുക്കറിയാം 480 ടോട്ടൽ. ഒരു റൗണ്ട് ചെയ്യുമ്പോൾ 480 സ്കൂളാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വരാൻ പോകുന്ന ഇപ്പം കോൺട്രാക്ച്വൽ ബേസ് വിളിച്ചതിനനുസരിച്ച് വരാൻ പോകുന്ന ഓരോ സ്കൂളിലും ഈ 480 എന്ന് പറയുന്ന ഓരോ സ്കൂളിലും ഒരു 50 വേക്കന്റ് ആയിട്ട് ഒരു 50 വേക്കൻസി ഉള്ളതിന് വരും ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ ട്രൈബൽ പോപ്പുലേഷന്റെ നിരക്ക് കൂടുതലുള്ളത് അതിനനുസരിച്ച് വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആ വേക്കൻസികളിൽ തന്നെ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ നോൺ ടീച്ചിങ്ങും ഉണ്ട്, ടീച്ചിങ്ങും ഉണ്ട്. അതില് ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് PGT ഉണ്ട്, അതുപോലെ തന്നെ TGT, പിന്നെ ഈ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് JSA എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, അതുപോലെ തന്നെ ലാബ് അറ്റൻഡന്റ് ഉണ്ട്, അല്ലെ ലാബ് അറ്റൻഡന്റ് ഉണ്ട്, ചൌക്കിദാർ, കുക്ക്, സ്വീപ്പർ, ഇലക്ട്രീഷ്യൻ, നഴ്സ്, മെസ് ഹെൽപ്പർ. അപ്പൊ ഇത്തരത്തിലുള്ള വേക്കൻസികളുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഫേസ് 2020 മുതലാണ് നടന്നത്. ഇനിയിപ്പോ വരാൻ പോകുന്ന അതിന്റെ സെക്കൻഡ് 2.0 അതായത് EMRS 2.0 എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പൊ, അതായത് സെക്കൻഡ് ഫേസ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതും ഡിസ്കസ് ചെയ്യേണ്ടതും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മുമ്പ് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഒന്ന് അത് കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിലവില് ആക്റ്റീവായിട്ടുള്ള 480 സ്കൂളുകളിലേക്കുള്ള നിയമനമാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അതില് ഒരു ഒരു ഡേറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2023 കഴിഞ്ഞ EMRS അല്ലെങ്കിൽ നെക്സ്റ്റ് ഇതിന്റെ വേക്കൻസി നോട്ടിഫൈ ചെയ്ത് വിളിച്ച് എക്സാം നടത്തി അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അതിൽ PGT എന്ന് പറയുന്നത്, PGTയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് 2266, TGT എന്ന് പറയുന്നത് 5660 പോസ്റ്റുകള്. JSA ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം എഴുതുന്നില്ല, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ എഴുതുന്നുള്ളൂ. JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 759. അതുപോലെ തന്നെ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് 361. ലാബ് അറ്റൻഡർ എന്ന് പറയുന്നത് 373. വാർഡൻ എന്ന് പറയുന്നത് 669. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കഴിഞ്ഞ തവണ 2023 വിളിച്ചപ്പോഴത്തേക്ക് നിയമനം നടന്ന പോസ്റ്റുകളാണ് ഞാനിവിടെ, പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ബാലൻസ് ആണ് അടുത്ത 2.0 നടക്കാൻ പോകുന്നത്, സെക്കൻഡ് ഫേസ് നടക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഇനി വരാൻ പോകുന്ന EMRS നോക്കിക്കഴിഞ്ഞാല് ഇതിൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ മുൻപേ പറഞ്ഞ കുറെ പോസ്റ്റുകൾ ഉണ്ടല്ലോ. മുമ്പേ പറഞ്ഞ ഈ ഗാർഡനർ, സ്വീപ്പർ, കൗൺസിലർ, ചൌക്കിദാർ, മെസ് ഹെൽപ്പർ, ലാബ് അറ്റൻഡർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഡ്രൈവർ, കുക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന നോൺ ടീച്ചിങ് പോസ്റ്റുകൾ ധാരാളമായിട്ടുണ്ട്. അതില് 2 കാറ്റഗറി ഉണ്ട്. ഗ്രൂപ്പ് D എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് C എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഉള്ളത് ടീച്ചറാണ്, ടീച്ചർ പോസ്റ്റാണ്. ടീച്ചർ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് PGT ആൻഡ് TGT. ഇതിന്റെ കൂടെ തന്നെ ഈ TGT ആൻഡ് PGTയുടെ കൂടെ തന്നെയാണ് മ്യൂസിക് ടീച്ചർ ആയാലും അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയാലും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇതിൽ കാണുന്നത് മുഴുവനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡേറ്റ നോക്കുമ്പോൾ കാണുന്നത് ഗ്രൂപ്പ് D ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട്, ഹൈ എൻഡ് ലെവലിലേക്ക് വരുന്ന ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്നത് ഗ്രൂപ്പ് D പോസ്റ്റ് ആയിരിക്കും. ഗ്രൂപ്പ് D അതിനേക്കാളും താഴെ, ടീച്ചർ അതിനേക്കാളും താഴെയാണ്. അതായത് 2023 വിളിച്ചതിനേക്കാളും കുറച്ച് ബിലോ ആയിട്ടായിരിക്കും നിൽക്കാൻ പോകുന്നത്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് കുറെ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന EMRS സ്കൂളുകൾ എന്ന് പറയുന്നത് 480 ഇനി ജസ്റ്റ് ഒരു PGTയുടെ കണക്ക് നമ്മൾ വെച്ച് നോക്കാം. PGT എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ സ്കൂളിലും ഒരു മിനിമം എടുക്കാൻ നോക്കാം. മിനിമം ഒരു 12 ടീച്ചേഴ്സിനെ വെച്ച് നിയമിക്കുവാണെങ്കിൽ, അല്ലെ, മിനിമം ഒരു 12 ടീച്ചേഴ്സിനെ വെച്ച് നിയമിക്കുവാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് 12 × 480, 12 × 0, 12 × 8 96, ശിഷ്ടം 9, 12 × 4 48, 9 57, 560, അല്ലെ, 560, 5760 വേക്കൻസി, 5760. അപ്പം 2023 എത്രയായിരുന്നു? 2023 നമ്മുടെ കണ്ടാണ്, മുകളിലെ കണ്ടാണ് 2266 അല്ലേ? ഓക്കെ, 2266 വേക്കൻസി ആയിരുന്നു 2023 ഫില്ലപ്പ് ചെയ്തത്. ബാക്കി അപ്പം ഈ 5760 നിന്നും 2266 നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ 0.53 അല്ലെ, 3500 കുറവാണ് മൊത്തത്തില്, അല്ലെ. 3500 വേക്കൻസികള് ഇനി വരാം. ഓക്കെ, അതായത് മുമ്പുണ്ടായിരുന്നതിന്റെക്കാളും 3500 കുറവുണ്ടാവും എന്നാണ് പറയുന്നത് PGT. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് 5760 ടീച്ചേഴ്സിനെ വേണമായിരുന്നു 2023. അത് കുറയാനുള്ള ഒരു റീസൺ എന്ന് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞു പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് EMRS ഏകലവ്യ മെമ്മോ
മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് EMRS എന്ന് പറയുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് ഫസ്റ്റ് തുടക്കത്തില് ഇതൊരു സ്റ്റേറ്റ് സൊസൈറ്റിയുടെ കീഴിലുള്ള സ്കൂളായിരുന്നു. അതായത് ഈ സ്കൂളിനെ നിയമിച്ചിരുന്നത് അതാത് സ്റ്റേറ്റ് ആയിരുന്നു. ഏതൊക്കെ സ്റ്റേറ്റുകളിൽ EMRS ഉണ്ടോ ആ സ്റ്റേറ്റ് ഗവൺമെന്റ്, ആ ഓരോ സ്റ്റേറ്റിന്റെ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു ഈ EMRS എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേസ് ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് ഇത് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു. സെൻട്രൽ ഗവൺമെന്റിലേക്ക് വരും. EMRS എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് വരികയും ചെയ്യുകയാണ്. അതായത് അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റ് EMRS സൊസൈറ്റി, സ്റ്റേറ്റ് EMRS സൊസൈറ്റി എന്ന് പറയുന്നത് അത് മെർജ് ചെയ്ത്, സ്റ്റേറ്റ് EMRS സൊസൈറ്റി എന്ത് ചെയ്ത് മെർജ് ചെയ്ത് എന്തായിട്ട് മാറി? അത് സെൻട്രൽ EMRS സൊസൈറ്റി എന്നായിട്ട് മാറി. സെൻട്രൽ EMRS സൊസൈറ്റി. ഇപ്പൊ നിങ്ങൾക്ക് പിടിയിട്ട് കാണും ഈ സെൻട്രൽ EMRS സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമ്മൾ നേരത്തെ കണ്ടു. ഈ സെൻട്രൽ EMRS സൊസൈറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നെസ്റ്റ് എന്ന് പറഞ്ഞത് അല്ലെ. നെസ്റ്റ് എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ പറഞ്ഞത്, അതായത് ഈ എക്സാം നടത്തുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്നതൊക്കെ നെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നെസ്റ്റ് ആണെന്ന് പറഞ്ഞ ഞങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെസ്റ്റിന്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനമാണ്, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന് പറയുന്നത് നെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നെസ്റ്റ് ആണ് ഇപ്പോഴുള്ള ഇതിന്റെ അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്ന EMRSന്റെ. ഓക്കെ, ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെർജ് ചെയ്തതിനു ശേഷം അപ്പൊ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം 5000-ഓളം വേക്കൻസി വരാനിടത്ത് 2266 വേക്കൻസി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കുറവ് വരാനുള്ള കാരണം ഇങ്ങനെ മെർജ് ചെയ്തപ്പോഴത്തേക്ക്, ഇങ്ങനെ നെസ്റ്റായി മാറിയപ്പോഴത്തേക്ക് ഏകദേശം 2000 മുതൽ ഒരു 4000 വേക്കൻസി, 2000 മുതൽ 2000-നും 4000-നും ഇടയിലുള്ള വേക്കൻസികൾ കുറവ് വന്നിട്ടുണ്ട് EMRSന്. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞത് അത്രത്തോളം കുറവ് വരുന്നുണ്ട് മുമ്പ് അപേക്ഷിച്ചേക്കാൾ. പക്ഷെ ഇപ്പം നിലവില് ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ള ആ വേക്കൻസി അനുസരിച്ച് നിലവിലുള്ള 480 ഫങ്ഷണൽ സ്കൂളിന്റെ എണ്ണം അനുസരിച്ച് 38,480 വേക്കൻസികളാണ് നിലവിലുള്ളത്. അതിൽ കുറച്ച് നിയമനം നടന്നിട്ടുണ്ട് കഴിഞ്ഞ 2023. ബാക്കിയാണ് ഇനി വിളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് എത്രത്തോളം ഉണ്ട്, ഓരോ സെക്ഷനിലും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന നോട്ടീസ് ഇതാണ്. നോട്ടീസ് എന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് എന്താണ്, അത് ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ, വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അവരൊക്കെ പറഞ്ഞു. അപ്പൊ ഈ നോട്ടീസ് എന്ന് പറഞ്ഞാൽ 20/6/2025 വന്ന ഒരു നോട്ടീസാണ്, EMRS നോട്ടീസാണ്. ഓക്കെ, അതായത് പറയുന്നത്, അവിടെ പറയുന്ന നോട്ടീസിൽ പറയുന്നതാണ്, നെസ്റ്റ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് നോട്ടിഫൈയിങ് ഫോർ ദ സെക്കൻഡ് ഫേസ് ആണ് 2.0 എന്ന് ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഫേസ് 2.0. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഫേസിലേക്ക് വിളിക്കാം. സെക്കൻഡ് ഫേസ് ഓഫ് റിക്രൂട്ട്മെന്റ് അപ്പോയിന്റിംഗ് റെഗുലർ ടീച്ചേഴ്സ് മേ നീഡ് അഡീഷണൽ ടൈം. അതായത് കുറച്ച് സമയം വേണം റെഗുലർ ടീച്ചേഴ്സ് നിയമിക്കുന്നതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് EMRS റീഓപ്പണിംഗ്, സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് റീഓപ്പണിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ കോമ്പീറ്റന്റ് അതോറിറ്റി എൻഗേജ് ഗസ്റ്റ് ടീച്ചേഴ്സ് അഗേൻസ്റ്റ് ദ വേക്കന്റ് പോസ്റ്റ് ടു എൻഷുർ ദ അക്കാഡമിക് ആക്ടിവിറ്റീസ് ആർ നോട്ട് അഫക്റ്റഡ് ഇൻ ഓൾ EMRS. Improve the quality of teaching learning process. It is essential to engage guest teachers up to 31st March 2026. അതായത് 31 മാർച്ച് 2026 വരെയാണ് ഈ ഗസ്റ്റിനെ നിയമിക്കുന്നത്. അവരുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പം 2026 മാർച്ച് 31 വരെ. അപ്പൊ 2026 മാർച്ച് 31 വരെ കാലാവധി കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, അതിനു മുമ്പ് EMRSന്റെ പുതിയ ഈ 2.0 എന്ന് പറയുന്ന സെക്കൻഡ് ഫേസിന്റെ റെഗുലർ പോസ്റ്റിംഗിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നടക്കും. ഓക്കെ, നോട്ടിഫിക്കേഷൻ നടക്കും. ഓക്കെ, പിന്നെ അപ്പം
അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര് അത്രയും താമസം എടുക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗസ്റ്റ് ലെക്ചേഴ്സിനെ വിളിച്ചിരിക്കുന്നത്. പിന്നെ അപ്പൊ ഗസ്റ്റ് ലെക്ചേഴ്സിന്റെ കാര്യങ്ങൾ, പിന്നെ ഇതില് ഒരു കാര്യം ഒരു മെൻഷൻ ചെയ്ത്, നമുക്ക് EMRS അപ്ലൈ ചെയ്യാൻ CTET വേണം. സോറി, TGT അപ്ലൈ ചെയ്യാനായിട്ട് CTET നിർബന്ധമാണ്. റെഗുലർ അപ്ലൈ ചെയ്യാനായിട്ട് PGTക്ക് CTET വേണ്ട. ബട്ട് ഈ വിളിച്ചിരിക്കുന്ന ഗസ്റ്റ് ലെക്ചേഴ്സിൽ അല്ലെങ്കിൽ ഗസ്റ്റ് ടീച്ചേഴ്സിൽ നിങ്ങൾക്ക് CTET ഒന്നും വേണ്ട. CTETന്റെ നോൺ അവൈലബിലിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ CTET ഉള്ളവർക്ക് PGTക്ക് ആണെങ്കിൽ 35,000 രൂപ സാലറി, TGTക്ക് ആണെങ്കിൽ 33,000. ഇനി വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ ആസ് പെർ ദ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CTET ഒക്കെ ഇല്ലെങ്കിൽ അവർക്ക് 31,000, 29,000. അപ്പം 35,000, 33,000 ആണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത്, സോറി സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും അപ്പൊ ഇതില് താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ കേരളത്തിൽ 4 സ്കൂളുകളുണ്ട്. അവിടെ നോക്കിയിട്ട് നിങ്ങൾ നെറ്റ് വഴി നോക്കിയിട്ട് സ്കൂളുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഗസ്റ്റ് ടീച്ചേഴ്സ് അവിടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കയറാം. CTET ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഗസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റെഗുലർ വിളിക്കുമ്പോൾ റെഗുലർ ഈ 2026 മാർച്ച് 31 പുതിയ നിയമനം കൊടുക്കത്തക്ക രീതിയിൽ ഇതിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ധാരാളം വേക്കൻസി, ഏകദേശം 10,000. ഇപ്പൊ മൊത്തം ഒരു കാൽക്കുലേഷൻ പറയുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 10,000 വേക്കൻസി വരുന്നുണ്ട് ടീച്ചേഴ്സിനും നോൺ ടീച്ചേഴ്സിനുമായിട്ട് EMRS. ഇനി ഓക്കെ, അപ്പൊ ഇതിൽ താല്പര്യമുള്ളവർ ഇതിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്ത് EMRS സ്കൂളുകളെ, അവരുടെ ഓരോ സ്കൂളിനും ഓരോ സൈറ്റ് ഉണ്ട്. സൈറ്റിൽ കയറി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. വേക്കൻസി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. CTET നിർബന്ധമില്ല, CTET ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് KVS പ്രിപ്പയർ ചെയ്യുന്നവര് ഇതിനു വേണ്ടിയും കൂടി പ്രിപ്പയർ ചെയ്യുക. ഇതിന്റെ സിലബസ് കാര്യങ്ങൾ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓരോന്നിനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരാം. അടുത്ത നെക്സ്റ്റ് വീഡിയോസിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, CGL, SSC, CGL അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലും വിളിച്ചിട്ടുണ്ട്, ഹയർ സെക്കൻഡറി ലെവലും വിളിച്ചിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ലെവലിൽ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, 3-4 ദിവസം കൂടെ ഉള്ളൂ. ഹയർ സെക്കൻഡറി ലെവലിൽ കുറച്ച് ദിവസം കൂടെ കൂടുതലുണ്ട്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷനും എല്ലാം വന്നിട്ട് നിങ്ങൾ അറിഞ്ഞു കാണും. അതിൽ താല്പര്യമുള്ളവർ അതിലും അപ്ലൈ ചെയ്യാവുന്നതാണ്, അങ്ങനെയൊക്കെ നിൽക്കുന്നവര്. ഓക്കെ, അതുപോലെ തന്നെ ധാരാളം അസിസ്റ്റന്റ് ലെക്ചർ, അസോസിയേറ്റ് പ്രൊഫസർ, ഇതിന്റെയൊക്കെ വേക്കൻസികൾ പല യൂണിവേഴ്സിറ്റികളിലും വിളിച്ചിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻസും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ അവൈലബിൾ ആക്കി തരാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി KVS തയ്യാറെടുക്കുന്നവർ ഇതും കൂടി മുന്നിൽ കണ്ട് ഇതിന് താല്പര്യമുള്ളവർ ഇതിനും കൂടി പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഉടനെ തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം എല്ലാവർക്കും മഴയൊക്കെയാണ്, സൂക്ഷിക്കുക. ഓക്കെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് തീർച്ചയായിട്ടും എത്തിക്കാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വേക്കൻസികളും, ഫങ്ഷണൽ ആയിട്ടുള്ള എല്ലാ വേക്കൻസികളും, എല്ലാ ടീച്ചിങ്, നോൺ ടീച്ചിങ് എല്ലാ വേക്കൻസികളും, കൂടുതലും ടീച്ചിങ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള, അതായത് ഇപ്പൊ PRT ആയാലും PGT ആയാലും TGT ആയാലും നോൺ ടീച്ചിങ് ആയാലും അതുപോലെ പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെയുള്ള പോസ്റ്റുകളായാലും എല്ലാം അതാത് സമയത്ത് കറക്റ്റ് ടൈമിൽ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് ആൻഡ് നോൺ പെയ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര്, കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. താങ്ക് യു.